ഈ പ്രാവശ്യം നഗരസഭ പിടിക്കോ? നഗരസഭ വലിയ ഭൂരിപക്ഷത്തോടു കൂടി UDF ഇപ്രാവശ്യം ജയിക്കും. ഭരണം ഞങ്ങൾ തന്നെ തുടരും, അതിന് യാതൊരു സംശയമില്ല. അല്ല, ഒരുപാട് റിബൽമാർ വന്നിട്ടുണ്ട്, സ്വതന്ത്രന്മാരുണ്ട്, പല പാർട്ടികളും പുതിയതായിട്ട് വന്നിട്ടുണ്ട്. റിബൽമാരും നിലവിൽ ആരും വന്നിട്ടില്ല, സ്വതന്ത്രന്മാരും ആരും വന്നിട്ടില്ല. ഞങ്ങൾ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിബൽമാരും ആരും വന്നിട്ടില്ല, സ്വതന്ത്രന്മാരും ആരും വന്നിട്ടില്ല. പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അത് പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും. അപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് കുറെ കൂടുതലായിരിക്കും, മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അപ്പൊ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തവർ ഞങ്ങൾ റിബലായിട്ട് മത്സരിക്കും, അല്ലെ സ്വതന്ത്രരായിട്ട് മത്സരിക്കും എന്ന് ആ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്ത സമയങ്ങളിൽ പറയും. അതിലൊരു 95% ഞങ്ങൾ പാച്ച് ചെയ്ത് അവരെ മുഖ്യധാരയിൽ ഞങ്ങളുടെ കൂടെ നിർത്തും. എപ്പോഴും ഒരു 5% നമുക്ക് എല്ലാത്തിനകത്തും നമ്മൾ വിട്ടുകളയേണ്ടി വരുമല്ലോ. അപ്പൊ 95% ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. ഞങ്ങൾ അവരെ എല്ലാം കൂടെ നിർത്തി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. കളമശ്ശേരി നഗരസഭയില് 46 സീറ്റില് 36 സീറ്റ് കോൺഗ്രസും 10 സീറ്റ് ലീഗും മത്സരിക്കാനാണ് കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായത്. അല്ല, ചർച്ചയിൽ തീരുമാനമായത്. ആ തീരുമാനത്തോടൊപ്പം മറ്റൊരു തീരുമാനവും കൂടി ഞങ്ങൾ എടുത്തു. ഏതെങ്കിലുമൊക്കെ സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറണമെന്നുണ്ടെങ്കിൽ ആ വെച്ചു മാറുന്നതിനുള്ള നടപടിയും സ്വീകരിക്കാൻ തീരുമാനിച്ചു. അതുപ്രകാരം 5-ാം വാർഡ് മുമ്പ് ലീഗ് മത്സരിച്ച വാർഡാണ്, അത് കോൺഗ്രസ് എടുത്തു. 6-ാം വാർഡ് കോൺഗ്രസ് മത്സരിച്ചാണ്, അത് ലീഗായി. ഈ 45-ാം വാർഡ് അത് കോൺഗ്രസ് എടുത്തു, പകരം 39-ാം വാർഡ് ലീഗിന് കൊടുത്തു. 12-ാം വാർഡ് കോൺഗ്രസ് എടുത്തു, 13-ാം വാർഡ് ലീഗിന് കൊടുത്തു. അതിലൊന്നും തർക്കങ്ങളൊന്നുമില്ല, ഒരു തർക്കമില്ല, അതിനകത്തൊന്നും ഒരു തർക്കമില്ല. 46 സീറ്റിൽ 30 സീറ്റിലെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള 16 സ്ഥാനാർത്ഥികളുടെ പട്ടിക അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും. 2 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി സുസജ്ജമായി അടുത്ത 5 വർഷക്കാലവും UDF ഭരിക്കാനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി UDF മുനിസിപ്പൽ കമ്മിറ്റി ഐക്യകണ്ഠേന ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോകാം.